ജനുവരി 16 മുതൽ 22 വരെ സൗദി അറേബ്യയിലുടനീളം നടത്തിയ ശക്തമായ പരിശോധനകളിൽ 22,555 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. താമസം, തൊഴിൽ, അതിർത്തി സുരക്ഷാ നിയമലംഘനങ്ങൾ ലക്ഷ്യമിട്ട് ആഭ്യന്തര മന്ത്രാലയം നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. ജനുവരി 16 മുതൽ 22 വരെ സൗദി അറേബ്യയിലുടനീളം നടത്തിയ ശക്തമായ പരിശോധനകളിൽ 22,555 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. താമസം, തൊഴിൽ, അതിർത്തി സുരക്ഷാ നിയമലംഘനങ്ങൾ ലക്ഷ്യമിട്ട് ആഭ്യന്തര മന്ത്രാലയം നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. ഇവയിൽ 14,260 റെസിഡൻസി നിയമങ്ങളും 4,954 അതിർത്തി സുരക്ഷാ നിയമങ്ങളും 3,341 തൊഴിൽ നിയമങ്ങളും ഉൾപ്പെടുന്നു. രാജ്യത്തേക്ക് അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിച്ച 1,700 വ്യക്തികളെ അധികൃതർ തടഞ്ഞുവെച്ചു. അവരിൽ 42% യമനികളും 56% എത്യോപ്യക്കാരും 2% മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. കൂടാതെ അനധികൃതമായി രാജ്യം വിടാൻ ശ്രമിച്ചതിന് 81 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിയമവിരുദ്ധമായ പ്രവേശനം, ഗതാഗതം, പാർപ്പിടം അല്ലെങ്കിൽ നിയമലംഘകർക്ക് തൊഴിൽ നൽകുക തുടങ്ങിയ സൗകര്യമൊരുക്കിയതിന് 24 വ്യക്തികളെ പിടികൂടി. നിലവിൽ 30,984 പുരുഷന്മാരും 2,887 സ്ത്രീകളും ഉൾപ്പെടെ 33,871 പ്രവാസികളാണ് നിയമ നടപടിക്രമങ്ങൾക്ക് വിധേയരായിട്ടുള്ളത്. കുറ്റകൃത്യങ്ങൾക്ക് സഹായിക്കുന്നവർക്ക് 15 വർഷം വരെ തടവും 1 മില്യൺ റിയാൽ വരെ പിഴയും കൂടാതെ കുറ്റകൃത്യങ്ങളെ ഉപയോഗിക്കുന്ന വാഹനങ്ങളോ വസ്തുവകകളോ കണ്ടുകെട്ടലും ഉൾപ്പെടെ കടുത്ത ശിക്ഷകൾ ലഭിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ജനം, സൗദി അറേബ്യ.